ശാന്തമായ ഒരു ഭാവിയിൽ ഒരിക്കൽ ജീവന്റെ നിറവായിരുന്ന കേരളത്തിലെ നദികൾ പതുക്കെ വറ്റിവരണ്ടു. നൂറ്റാണ്ടുകളായി ഒഴുകിയിരുന്ന വലിയ ജലപാതകൾ ഇപ്പോൾ ഭൂമിയിലേക്ക് വെള്ളമെത്തിക്കുന്നില്ല. തിരക്കേറിയ ഒരു നദിക്ക് സമീപമുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ആളുകൾ ഇപ്പോൾ വിണ്ടുകീറിയ ഭൂമിയിലേക്കും ശൂന്യമായ ചാലുകളിലേക്കും നിരാശയോടെ നോക്കുന്നു. ഒരു കാലത്ത് സന്തോഷത്തിന്റെയും ഉപജീവനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉറവിടമായിരുന്ന തിളക്കമുള്ളതും ഒഴുകുന്നതുമായ നദികൾ അപ്രത്യക്ഷമായി. മുതിർന്നവർ മുതൽ ഇളയ കുട്ടികൾ വരെ എല്ലാവരും നഷ്ടം അനുഭവിക്കുന്നു. ജലോത്സവങ്ങളെയും ബോട്ട് സവാരികളെയും കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾ ഇപ്പോൾ വിദൂര സ്വപ്നമായി തോന്നുന്നു. ശൂന്യമായ നദീതടങ്ങളുടെ നിശബ്ദത വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖവും ഭയവും കൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നു. വിജനമായ ഭൂപ്രദേശത്ത് ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു കാലത്ത് ശക്തമായിരുന്ന നദികളുടെ കഥകൾ വിവരിക്കാനും പ്രകൃതി അതിന്റെ പഴയ പ്രതാപം എപ്പോഴെങ്കിലും വീണ്ടെടുക്കുമോ എന്ന് ചിന്തിക്കാനും ഗ്രാമവാസികൾ ഒത്തുകൂടുന്നു. നദികൾ ഒഴുകിയിരുന്ന ചുറ്റുമുള്ള ഭൂമി പൂർണ്ണമായും മാറിയിരിക്കുന്നു. മണ്ണ് വരണ്ടതും വിണ്ടു കീറിയതുമാണ്. പച്ചപ്പാടങ്ങൾ തവിട്ട് നിറമായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് ഉയർന്നു നിന്ന മരങ്ങൾ ഇപ്പോൾ ക്ഷീണിച്ചതും വാടിപ്പോയതുമായി കാണപ്പെടുന്നു. നദികളിലെ വെള്ളമില്ലാതെ നിരവധി സസ്യങ്ങൾ നശിച്ചു. അരുവികളെ ആശ്രയിച്ചിരുന്ന വന്യമൃഗങ്ങൾ പോയി മറയുകയോ നശിച്ചു പോവുകയോ ചെയ്തു. കുടിക്കാൻ വെള്ളം കണ്ടെത്താൻ കഴിയാത്തതിനാൽ പക്ഷികൾ ഇപ്പോൾ അതിരാവിലെ പാടുന്നില്ല. മത്സ്യങ്ങൾക്കും മറ്റു ജീവികൾക്കും ആവാസ കേന്ദ്രമായിരുന്ന ഒരു കാലത്ത് തെളിഞ്ഞ വെള്ളം ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമാണ്. ഒഴിഞ്ഞുകിടക്കുന്ന നദീതടങ്ങൾ പൊടിപടലങ്ങൾ നിറഞ്ഞതും നിശബ്ദവുമാണ്. നഷ്ടപ്പെട്ട ലോകത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. ഒഴുകുന്ന വെള്ളത്തിന്റെ മൃദുലമായ ശബ്ദം തരിശുഭൂമിയിൽ വീശുന്ന കാറ്റിന്റെ പരുക്കൻ മന്ത്രണം വഴി മാറ്റി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളായി വെള്ളത്തിന്റെ അഭാവം കാലാവസ്ഥയെയും മാറ്റിമറിച്ചു. മഴ ഇടയ്ക്കിടെ ലഭിക്കുന്നില്ല. എന്നാൽ മഴ വരുമ്പോൾ അത് വളരെ ശക്തമായി പെയ്യുന്നു. ഇത് ഒരുക്കമില്ലാത്ത പ്രദേശങ്ങളിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. ഇതിനകം വരണ്ട ഭൂമിക്ക് എല്ലാ വെള്ളവും ആഗിരണം ചെയ്യാൻ കഴിയില്ല. ഇത് മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. ഒരു കാലത്ത് ജീവൻ നിറഞ്ഞിരുന്ന വനങ്ങൾ ഇപ്പോൾ നിരന്തരമായ വരൾച്ച അനുഭവിക്കുന്നു. കുന്നുകളിലൂടെ ഒഴുകിയിരുന്ന അരുവികൾ ഇല്ലാതായി. നാശത്തിന്റെ പാത അവശേഷിപ്പിച്ചു. പല മൃഗങ്ങൾക്കും വീടുകൾ നഷ്ടപ്പെട്ടു. ഭൂമിയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥ തകിടം മറിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് ഭൂമിയെ പരിപോഷിപ്പിച്ചിരുന്ന നദികൾ ഇപ്പോൾ ഭൂമിയിലുടനീളം നീണ്ട മുറിവുകളായി മാറിയിരിക്കുന്നു. പ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെ നഷ്ടത്തെ അടയാളപ്പെടുത്തുന്നു. പരിസ്ഥിതിക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ ആഴമേറിയതും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ്. ഇത് ഭൂമിയെ മാത്രമല്ല വായുവിനെയും കാലാവസ്ഥയെയും ബാധിക്കുന്നു. വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന മൂടൽമഞ്ഞില്ലാതെ ആകാശം കൂടുതൽ ശൂന്യമായി തോന്നുന്നു. നദികൾ അപ്രത്യക്ഷമാകുമ്പോൾ ഭൂമി നിശബ്ദമായി നിലവിളിക്കുന്നു. കൂടുതൽ കഠിനവും ക്ഷമിക്കാത്തതുമായ ഒരു ലോകം അവശേഷിപ്പിക്കുന്നു. ഓരോ നദീതടവും ഒരു കാലത്ത് എന്തായിരുന്നു എന്നതിന്റെ നിശബ്ദ ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു. ഈർപ്പം നഷ്ടപ്പെട്ട ഭൂമി ഏറ്റവും ചെറിയ ജീവിയെപ്പോലും നിലനിർത്താൻ പാടുപെടുന്നു. അതിജീവിക്കാൻ കഴിഞ്ഞ സസ്യങ്ങൾ ഇപ്പോൾ കത്തുന്ന സൂര്യന് കീഴിൽ വാടിപ്പോകുന്നു. പൂക്കളിൽ പരാഗണം നടത്തുന്നതിൽ പങ്കുവഹിച്ച പ്രാണികളും അപ്രത്യക്ഷമാകുന്നു. നനഞ്ഞതും ഫലഭൂയിഷ്ടവുമായ ഭൂമിയുടെ ഗന്ധം പൊടി നിറഞ്ഞ ദുർഗന്ധത്താൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഋതുക്കളെ സന്തുലിതമാക്കിയിരുന്ന ജലത്തിന്റെ സ്വാഭാവിക ചക്രം ഇപ്പോൾ തകർന്നിരിക്കുന്നു. പരിസ്ഥിതിയിലെ ഈ ആഴത്തിലുള്ള മാറ്റം ദൃശ്യവും ഹൃദയഭേദകവുമായ ഒരു നഷ്ടത്തെ സൂചിപ്പിക്കുന്നു. ഒരു കാലത്ത് സജീവമായിരുന്ന ഭൂമി ഇപ്പോൾ അവഗണനയുടെയും തിരിച്ചെടുക്കാനാവാത്ത നാശത്തിന്റെയും കഥ പറയുന്നു. വനം ഇപ്പോൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടതായി തോന്നുന്നു. കേരളത്തിലെ വരണ്ട ഭൂമിയിൽ കർഷകർ ഒരു പുതിയ യാഥാർത്ഥ്യത്തെ നേരിടുന്നു. ഒരു കാലത്ത് അവരുടെ വിളകൾക്ക് വിശ്വസനീയമായ ജലസ്രോതസ്സായിരുന്ന മഹാനദികൾ അപ്രത്യക്ഷമായി. ഒരു കാലത്ത് പച്ചപ്പും വാഗ്ദാനങ്ങളും നിറഞ്ഞ വയലുകൾ ഇപ്പോൾ തരിശായി കിടക്കുകയാണ്. നെല്ല്, തെങ്ങ്, സുഗന്ധവ്യഞ്ജന സസ്യങ്ങൾ എന്നിവ തരിശു മണ്ണിൽ അതിജീവിക്കാൻ പാടുപെടുന്നു. പ്രതീക്ഷയോടെയും കരുതലോടെയും വിളവെടുപ്പിനായി പ്രവർത്തിച്ച കർഷകർ തങ്ങളുടെ കഠിനാധ്വാനം വാടിപ്പോകുന്നത് നിരാശയോടെ കാണുന്നു. മഴക്കാലം അവരുടെ ഭൂമിയിലേക്ക് ജീവൻ കൊണ്ടുവന്ന് വയലുകളിൽ വെള്ളവും പ്രതീക്ഷയും നിറച്ച സമയങ്ങൾ അവർ ഓർക്കുന്നു. ഇപ്പോൾ ഓരോ ദിവസവും ക്ഷമിക്കാനാവാത്ത വരൾച്ചയ്ക്കെതിരായ പോരാട്ടമാണ്. വരൾച്ച നിരവധി കർഷകരെ അവരുടെ ജീവിത രീതി മാറ്റാൻ നിർബന്ധിതരാക്കി. അവരുടെ വിളകൾക്ക് വെള്ളം നൽകാൻ പുതിയ രീതികൾ കണ്ടെത്താൻ അവർ കഠിനമായി പരിശ്രമിക്കുന്നു. പക്ഷേ പഴയ രീതികൾ ഇനി പര്യാപ്തമല്ല. പല കർഷകരും ആഴത്തിലുള്ള കിണറുകൾ കുഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കിണറുകൾ പോലും വറ്റുകയാണ്. മഴയുടെയും വെള്ളത്തിന്റെയും പൊള്ളയായ വാഗ്ദാനങ്ങളാൽ പ്രാദേശിക വിപണികൾ നിറഞ്ഞിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും കർഷക സമൂഹങ്ങൾക്കിടയിലെ പിരിമുറുക്കം വർദ്ധിക്കുന്നു. വെള്ളമില്ലാതെ ഭൂമിക്ക് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഗ്രാമങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. തലമുറകളായി കൃഷി ചെയ്തിരുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ നഷ്ടബോധവും നിരാശയും ഭാരമായി അനുഭവപ്പെടുന്നു. അച്ഛനിൽ നിന്ന് മകനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട കൃഷിയുടെ പാരമ്പര്യങ്ങളും അറിവും മരിക്കുന്ന നദികളോടൊപ്പം മങ്ങുന്നതായി തോന്നുന്നു. വയലുകളിൽ വരണ്ട ഭൂമിയിൽ പ്രത്യാശ വേരുറപ്പിക്കാൻ പാടുപെടുന്നു. ഭൂമി തരിശായി മാറുന്നത് കാണുമ്പോൾ കർഷകർക്ക് അഗാധമായ ദുഃഖം തോന്നുന്നു. ഓരോ വരണ്ട കാലവും നഷ്ടത്തിന്റെ പുതിയ തരംഗം കൊണ്ടുവരുന്നു. സമൂഹം ആശങ്കയാൽ നിറഞ്ഞിരിക്കുന്നു. വലിയ നദികളിൽ നിന്നുള്ള ജലത്തിന്റെ അനുഗ്രഹമില്ലാതെ എങ്ങനെ തങ്ങളുടെ കുടുംബങ്ങളെ പോറ്റാനും പാരമ്പര്യങ്ങൾ നിലനിർത്താനും കഴിയുമെന്ന് അവർ ആശങ്കപ്പെടുന്നു. ഒരു കാലത്ത് ഉദാരവും ദയയുള്ളതുമായ ഭൂമി ഇപ്പോൾ കഷ്ടപ്പാടുകളും സങ്കടവും നൽകുന്നു.
കേരളത്തിലെ തിരക്കേറിയ പട്ടണങ്ങളിലും നഗരങ്ങളിലും ജീവിതം വളരെ ദുഷ്കരമായിരിക്കുന്നു. നദീജലത്തിന്റെ സ്ഥിരമായ ഒഴുക്കില്ലാതെ നഗരപ്രദേശങ്ങൾ കടുത്ത ജലക്ഷാമം നേരിടുന്നു. നഗരങ്ങളിലെ ആളുകൾ കുടിക്കാനും പാചകം ചെയ്യാനും കഴുകാനും ശുദ്ധജലം കണ്ടെത്താൻ പാടുപെടുന്നു. വെള്ളം റേഷൻ ചെയ്ത് മിതമായി പങ്കിടുന്നതിനാൽ പലരുടെയും ദൈനംദിന ദിനചര്യകൾ തടസ്സപ്പെടുന്നു. ഒരു കാലത്ത് നദീവ്യാപാരത്തിൽ അഭിവൃദ്ധി പ്രാപിച്ച വിപണികൾ ഇപ്പോൾ കടകൾ അടച്ചുപൂട്ടുകയും ജോലികൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനാൽ കഷ്ടപ്പെടുന്നു. വിശ്വസനീയമായ ജലവിതരണമില്ലാതെ ആശുപത്രികളും സ്കൂളുകളും പ്രവർത്തിക്കാൻ പ്രയാസപ്പെടുന്നു. നഗരങ്ങളിലെ വായു പലപ്പോഴും ഭയത്തിന്റെയും നിരാശയുടെയും ഒരു വികാരം ഉളവാക്കുന്നു. കാരണം വർദ്ധിച്ചു വരുന്ന രോഗസാധ്യതയും അവർ ഒരിക്കൽ നിസാരമായി കരുതിയിരുന്ന ജീവിത രീതിയുടെ നഷ്ടത്തെയും കുറിച്ച് പൗരന്മാർ ആശങ്കാകുലരാണ്. നഗര ഉദ്യോഗസ്ഥർ പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ജലക്ഷാമം എല്ലാ സംവിധാനങ്ങളെയും തളർത്തിയിരിക്കുന്നു. കുടിവെള്ള ടാപ്പുകൾ നേരത്തെ അടയ്ക്കുന്നു. ചില വിതരണ കേന്ദ്രങ്ങളിൽ നീണ്ട ക്യൂകൾ രൂപപ്പെടുന്നു. പരിമിതമായ വെള്ളത്തിന്റെ സമ്മർദ്ദം അയൽക്കാർക്കിടയിൽ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു. വൃത്തിഹീനമായ വെള്ളം കാരണം തങ്ങളുടെ കുട്ടികൾ രോഗങ്ങൾക്ക് ഇരയാകുമെന്ന് പലരും ഭയപ്പെടുന്നു. ജലനഷ്ടം വൈദ്യുതി തടസ്സപ്പെടുത്തുന്നതിനും സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും കാരണമായി. ഈ പോരാട്ടം ഈ നഗരങ്ങളിലെ ദൈനംദിന പോരാട്ടമാണ്. നഗരകേന്ദ്രങ്ങളിലെ ആളുകൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് നിരന്തരമായ ഭയവും അനിശ്ചിതത്വവും തോന്നുന്നു. നദികൾ വറ്റിവരളുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചു. ബോട്ട് ടൂറുകൾ, മത്സ്യബന്ധനം തുടങ്ങിയ വെള്ളത്തെ ആശ്രയിച്ചിരുന്ന നിരവധി ബിസിനസ്സുകൾ വളരെയധികം കഷ്ടപ്പെടുന്നു. സന്ദർശകർ ഇനി വരാത്തതിനാൽ നദീതീരങ്ങൾക്ക് സമീപമുള്ള കടകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടുന്നു. ജലനഷ്ടം അർത്ഥമാക്കുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വെള്ളം ഉപയോഗിച്ചിരുന്ന വ്യവസായങ്ങൾ നിരന്തരമായ തടസ്സങ്ങളും ഉയർന്ന ചെലവുകളും നേരിടുന്നു എന്നതാണ്. നദികളിലൂടെയുള്ള ഗതാഗത വ്യാപാര മാർഗങ്ങൾ വറ്റിപ്പോയി. സാധനങ്ങൾ വിപണികളിൽ എത്തിക്കുന്നത് ബുദ്ധിമുട്ടാകുന്നു. ഇതിനകം തന്നെ ദുരിതത്തിലായ പ്രാദേശിക കർഷകർക്ക് അവരുടെ വിളകൾ വിൽക്കാൻ കഴിയില്ല. തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. വരുമാന നഷ്ടം മൂലം ബില്ലുകൾ അടയ്ക്കാനും കുടുംബങ്ങളെ പരിപാലിക്കാനും സമൂഹങ്ങൾ പാടുപെടുന്നു. ചെറുകിട ബിസിനസ് ഉടമകളും തൊഴിലാളികളും ഈ മാറ്റത്തിന്റെ കനത്ത ഭാരം അനുഭവിക്കുന്നു. ഒരു കാലത്ത് ജീവിതം കൊണ്ട് അലയടിച്ച വിപണികൾ ഇപ്പോൾ ശാന്തവും ശൂന്യവുമാണ്. പലർക്കും ജോലി നഷ്ടപ്പെടുകയും പണം സമ്പാദിക്കാൻ ഒരു മാർഗവുമില്ല. പ്രാദേശിക ബാങ്കുകൾ ഇടപാടുകൾ കുറയ്ക്കുകയും ബുദ്ധിമുട്ടുന്ന സംരംഭങ്ങൾക്കുള്ള വായ്പകൾ വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. നഷ്ടപ്പെട്ട വരുമാനത്തിന്റെ അലയൊളികൾ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നു. വരൾച്ചയാൽ ഇതിനകം തന്നെ ദുർബലരായ കുടുംബങ്ങൾക്ക് സാമ്പത്തിക തകർച്ച ദാരിദ്ര്യത്തിന്റെ ഒരു ചക്രം സൃഷ്ടിക്കുന്നു. അത് തകർക്കാൻ ഏതാണ്ട് അസാധ്യമാണെന്ന് തോന്നുന്നു. ഈ നഷ്ടം സമൂഹങ്ങളെ തകർക്കുന്നു. വറ്റിവരണ്ട നദികൾ കേരളത്തിന്റെ സംസ്കാരത്തെയും മാറ്റിമറിച്ചു. പലർക്കും നദികൾ വെള്ളത്തേക്കാൾ കൂടുതലായിരുന്നു. അവ ജീവിതത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായിരുന്നു. ഒരു കാലത്ത് സംഗീതം, നൃത്തം, വള്ളംകളി എന്നിവയാൽ നിറഞ്ഞിരുന്ന പ്രാദേശിക ഉത്സവങ്ങൾ ഇപ്പോൾ ഓർമ്മകൾ മാത്രമാണ്. ഒരു കാലത്ത് നദികളുടെ തീരത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദമില്ലാതെ ശൂന്യമായി തോന്നുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട നദികളെക്കുറിച്ചുള്ള കഥകളും പാട്ടുകളും അവയുടെ അർത്ഥം നഷ്ടപ്പെട്ടു. വെള്ളവുമായുള്ള സ്വാഭാവിക ബന്ധം തകർന്നതോടെ സമൂഹത്തിന് ആഴത്തിലുള്ള സാംസ്കാരിക നഷ്ടം അനുഭവപ്പെടുന്നു. ഒരു കാലത്ത് നദികളുടെ സൗന്ദര്യം ആഘോഷിച്ചിരുന്ന സാമൂഹിക ഒത്തുചേരലുകൾ ഇപ്പോൾ ഇരുണ്ട മാനസികാവസ്ഥയിലാണ് നടക്കുന്നത്. പ്രകൃതിയോടുള്ള പങ്കിട്ട സ്നേഹം നിശബ്ദതയും ഖേദവും കൊണ്ട് മാറ്റി സ്ഥാപിക്കപ്പെടുന്നു. നദികളിലെ മാറ്റം സമൂഹബോധം നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചു. ജീവിതം ആഘോഷിക്കാൻ ഒരിക്കൽ ഒത്തുകൂടിയ അയൽക്കാർ ഇപ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ ചർച്ച ചെയ്യാൻ മാത്രം കണ്ടുമുട്ടുന്നു. ഒരു കാലത്ത് ശക്തമായി ഒഴുകുകയും സമൃദ്ധി കൊണ്ടുവന്നതുമായ മഹാനദികളുടെ കഥകൾ മുതിർന്നവർ പറയുന്നു. യുവാക്കൾ അവരുടെ പൈതൃകത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതായി തോന്നുന്നു. ഒരു കാലത്ത് അഭിമാനത്തിന്റെ ഉറവിടമായിരുന്ന പാരമ്പര്യങ്ങൾ ഇപ്പോൾ മങ്ങുന്നു. നദികളുടെ സമൃദ്ധിയെ ആഘോഷിച്ച കല, സംഗീതം, നൃത്തം എന്നിവ വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ആഘോഷങ്ങൾക്കായി ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഒത്തുകൂടുന്നുള്ളൂ. കേരള സംസ്കാരത്തിന്റെ സമ്പന്നമായ വൈവിധ്യം വരണ്ട നദീതീരങ്ങളുടെ നിശബ്ദതയാൽ കീറിമുറിക്കപ്പെടുന്നു. ജലനഷ്ടത്താൽ നാടിന്റെ കൂട്ടായ ഓർമ്മകൾ തകർന്നിരിക്കുന്നു. നഷ്ടപ്പെട്ട നദികളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ദുഃഖം ഓരോ വീട്ടിലും ഓരോ ഹൃദയത്തിലും പ്രതിധ്വനിക്കുന്നു. കേരളത്തിന്റെ ആത്മാവിൽ യഥാർത്ഥത്തിൽ മാറ്റാനാവാത്ത ഒരു സ്ഥിരമായ മുറിവ് അടയാളപ്പെടുത്തുന്നു. നദികളുടെ നഷ്ടം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കുടുംബങ്ങൾ ഒരു ശൂന്യതാബോധത്തോടെയാണ് ഉണരുന്നത്. വെള്ളം എവിടെ പോയി? ലോകം ഇത്ര വരണ്ടതായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് കുട്ടികൾ ചോദിക്കുന്നു. ഒരു കാലത്ത് വെള്ളത്തിന്റെ മൃദുലമായ ശബ്ദം ഓർമ്മിച്ചിരുന്ന മുതിർന്നവർക്ക് ഇപ്പോൾ കനത്ത നിശബ്ദത അനുഭവപ്പെടുന്നു. കഠിനമായ യാഥാർത്ഥ്യം കടന്നുവരുമ്പോൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മങ്ങുന്നു. അതിജീവനത്തിന്റെ നിരന്തരമായ സമ്മർദ്ദത്താൽ ആളുകൾ ഒറ്റപ്പെട്ടവരായി അനുഭവപ്പെടുന്നു. ഓരോ തുള്ളി വെള്ളത്തിനും വേണ്ടി സമൂഹങ്ങൾ സംഘർഷം നേരിടുമ്പോൾ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നു. ശാന്തമായ നിമിഷങ്ങളിൽ നഷ്ടത്തിന്റെ ഭാരം അതിരുകടന്നതാണ്. നിരാശ പലരുടെയും ഹൃദയങ്ങളെ പിടികൂടുന്നു. രാത്രി വീഴുന്നു, ആശ്വാസം നൽകുന്നില്ല. നഷ്ടപ്പെട്ടതിന്റെ ഓർമ്മപ്പെടുത്തലുകൾ മാത്രം. ഒരു കാലത്ത് സന്തോഷകരമായ തെരുവുകൾ ഇപ്പോൾ ആശങ്കയും ഉത്കണ്ഠയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഗ്രാമത്തിന്റെയും നഗരത്തിന്റെയും ഓരോ കോണിലും മികച്ച കാലത്തിന്റെ ഓർമ്മകളുണ്ട്. വരണ്ട ഓരോ കിണറും അനിശ്ചിതമായ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു.
അനന്തമായ നിരാശയുടെ നടുവിൽ പ്രതീക്ഷ കണ്ടെത്താൻ ആളുകൾ പാടുപെടുന്നു. അവരുടെ കണ്ണുകൾ ക്ഷീണത്തിന്റെയും വേദനയുടെയും വെള്ളമില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുന്നതിന്റെ ഭാരിച്ച ഭാരത്തിന്റെയും കഥകൾ പറയുന്നു. ഈ പുതിയ യാഥാർത്ഥ്യത്തിൽ ഓരോ ഹൃദയവും ഭൂതകാലത്തിനായുള്ള നിശബ്ദമായ നിലവിളിയും ആഴത്തിലുള്ള ദുഃഖവും വഹിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. ആദ്യം എല്ലാവരും കർശനമായ ജലസംരക്ഷണം പരിശീലിക്കണം. പഴയ ജലശേഖരണ സംവിധാനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനും ഇന്നത്തെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പുതിയവ നിർമ്മിക്കാനും സമൂഹങ്ങൾക്ക് കഴിയും. നദികളുടെ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനും പ്രകൃതിയെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുന്ന നയങ്ങൾ സർക്കാരുകൾ സൃഷ്ടിക്കണം. ശാസ്ത്രജ്ഞർ കാരണങ്ങൾ പഠിക്കുകയും പുതിയ ആശയങ്ങൾ വികസിപ്പിക്കുകയും വേണം. ആസൂത്രണത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും തദ്ദേശീയരെ ഉൾപ്പെടുത്തണം. വനവൽക്കരണവും തണ്ണീർത്തട പുനഃസ്ഥാപനവും സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള വൈദ്യുതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും. വിദ്യാഭ്യാസവും സാമ്പത്തിക സഹായവും ഈ മാറ്റങ്ങളെ പിന്തുണയ്ക്കണം. അങ്ങനെ ജീവിതം പതുക്കെ ഭൂമിയിലേക്ക് മടങ്ങും. ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുക. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.